ആർജികർ മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ പിതാവ് രംഗത്തെത്തി. മണിക്കൂറുകളോളം ഒരു ഡോക്ടറെ കാണാതായിട്ടും ആരും അന്വേഷിച്ചില്ല എന്നത് ദുരൂഹമാണ്. ചെസ്റ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ സംശയ നിഴലിലാണെന്നും പിതാവ് 24-നോട് പറഞ്ഞു. मेरा लड़की ड्यूटी में गया था, 8:10 से घर से निकले, उसको ओपीडी था हॉस्पिटल में, ओपीडी करके रात डाउन देना पड़ता है, वो 5-6 बज जाता है का काम करने के लिए। 5 बजे माँ के साथ बात हुआ था, फिर 11:15 का टाइम में भी माँ से बात हुआ था। वो बोला जी हम लोगों का 4 आदमी का खाना आया है, हम लोग खाना खा रहा है, आप लोग खाना खा के सो जाइए। वो ऐसे ही बात होता था। सुबह में हम घर में नहीं था, हम काम में था। लड़की मेरा माँ को उठकर माँ को फ़ोन किया था, माँ बार बार फ़ोन कर रहे थे, फ़ोन रिंग हो रहा था, लेकिन कोई उस टाइम तो मेरा लड़की गुजर ही गया है। സംഭവത്തിൽ രാജ്യവ്യാപകമായ ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. ഡൽഹി നിർമ്മാൺ ഭവന് മുന്നിൽ ഡോക്ടേഴ്സും നഴ്സസും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സംഘടിച്ചു. ആർജികർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്യുകയാണ്. ബൽറാം നെടുങ്ങാടിയും കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകുമൊപ്പം ഡൽഹിയിൽ നിന്ന് R അച്യുതനും ചേരും. ബൽറാം, ഈ നിർഭയ സംഭവത്തിന് ശേഷം രാജ്യവ്യാപകമായി ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയാണ്. ഇന്നത് കുറെ കൂടി ശക്തമായി ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ് മാത്രമല്ല പൊതുജനങ്ങളും ഈ വിഷയത്തിൽ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും തെരുവിലിറങ്ങുന്നതാണ് നമ്മൾ ഈ ദിവസം കണ്ടത്. എന്താണ് കൊൽക്കത്തയിലെ വിവരങ്ങൾ? ഈ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ CBI, കൂടുതൽ നടപടിയിലേക്ക് കടക്കുമോ? വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ്. നേരത്തെ റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടന മാത്രമുണ്ടായിരുന്ന പ്രതിഷേധം പിന്നീട് മറ്റ് മേഖലകളിലേക്കും വ്യാപിക്കുകയാണ്. ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായി ഇപ്പോൾ 7ാം ദിവസത്തിലേക്ക് കടക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് രാജ്യവ്യാപകമായി പൊതുജനങ്ങളുടേതടക്കമുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ നിർഭയ സംഭവം ഡിസംബർ 16-നുണ്ടായി. ഡിസംബർ 22-നാണ് രാഷ്ട്രപതി ഭവൻ അടക്കം വളയുന്ന തരത്തിലേക്ക് പ്രതിഷേധം വ്യാപിച്ചതെങ്കിൽ സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടെ ദുരൂഹമായ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു. CBIയിലേക്ക് ഒരാഴ്ചക്കകം തന്നെ അന്വേഷണം എത്തുന്നു. എന്നാൽ അതിനിടെ ഏറ്റവും ദുരൂഹമായിക്കൊണ്ട് ആശുപത്രിയിലേക്ക് ഇത്തരം ഒരു സംഭവം നിലനിൽക്കുകയും പ്രതിഷേധത്തെ തുടർന്ന് ശക്തമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്ത ആശുപത്രിയിലേക്ക് ഒരാൾക്കൂട്ടം എത്തി അക്രമം അഴിച്ചുവിട്ട് സാധന സാമഗ്രികൾ മുഴുവനായും നശിപ്പിക്കുന്ന സാഹചര്യം. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇവിടെ നടന്ന സംഭവങ്ങളുടെ ദുരൂഹത ഒരിക്കൽ കൂടി ലോകത്തെ ബോധ്യപ്പെടുന്നതായി ഈ സംഭവം. CBI അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. നിലവിൽ 4 ഡോക്ടർമാരെ ഇന്ന് ചോദ്യം ചെയ്തു. അതിന് പുറമെയാണ് ഇന്ന് രാവിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് നോട്ടീസ് അയച്ചത്. അദ്ദേഹത്തെ വൈകിട്ടോടുകൂടി CBI ആസ്ഥാനത്ത് എത്തിച്ചു. ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്ന സൂചന തന്നെ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ ഡോക്ടറുടെ പിതാവ് സൂചിപ്പിച്ച ദുരൂഹതകൾ അത് എല്ലാവരിലും തന്നെ സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ്. ആശുപത്രിയിൽ പ്രത്യേകിച്ച് പുലർച്ചെ ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവായിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ യുവ ഡോക്ടറെ കാണാതായത് അല്ലെങ്കിൽ ഈ ഡോക്ടർ മരണപ്പെട്ടത്. ഈ ഒരു ഘട്ടത്തിൽ ഈ ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിൽ ഒരു ഡോക്ടറെ 7 മണിക്കൂറോളം കാണാതായിട്ടും ആരും അന്വേഷിച്ചില്ല എന്നുള്ള ദുരൂഹം തന്നെയാണ്. കൂടാതെ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പ്രിൻസിപ്പൽ, വകുപ്പ് മേധാവി അടക്കമുള്ളവർ ഇത് ഒരു അസ്വാഭാവിക മരണത്തിനുള്ള കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രത്യേകിച്ച് വിദഗ്ധരായ ഡോക്ടർമാരുള്ള മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ അർദ്ധവസ്ത്രയായ നിലയിൽ പരിക്കുകളോടെ ഗുരുതരമായി ശരീരമാസകലം പരിക്കുകളേറ്റ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ട് പോലും അത് അസ്വാഭാവിക മരണം മാത്രമാകുന്നു. കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ ചുമത്താതെ FIR എടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇതെല്ലാം തന്നെ ഏതൊരാളിലും സംശയം ജനിപ്പിക്കുന്നതാണ്. തുടർന്ന് ഒരു പ്രതിയെ 12 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്തെങ്കിലും 1-ൽ കൂടുതൽ ആളുകളുടെ പങ്ക് ഇതിൽ വ്യക്തമാണ്. കൂടാതെ മറ്റു വിവരങ്ങൾ, ഫോറൻസിക് വിവരങ്ങൾ ഉൾപ്പെടെ വെളിപ്പെടുത്താതെ അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൊൽക്കത്ത ഹൈക്കോടതിയും ചോദിച്ച ചോദ്യമുണ്ട്. ഈ കുറ്റകൃത്യം നടന്ന ആ മേഖലയിൽ ഒരു വളരെ വേഗത്തിൽ റിനോവേഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പോലീസ് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. ഒരു കൂട്ടം ആളുകൾ ആശുപത്രി അടിച്ചു തകർക്കുന്നത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ആരോപണം ഉയരുന്നുണ്ട്. അപ്പോൾ അവിടെ ചില മന്ത്രിമാർ ഈ
എന്താണ് ഇരയായ യുവ ഡോക്ടർക്കെതിരെ അവരുടെ കുടുംബത്തിനൊക്കെ എതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമം നടക്കുന്നു എന്ന വിമർശനം, ആ വിമർശനം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം കാഴ്ചകൾ, ഇത്തരം ചോദ്യങ്ങൾ അത് സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ടോ എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് പോലീസിനെ ആദ്യഘട്ടത്തിൽ ഈ അറസ്റ്റ് 12 മണിക്കൂറിനകം ഉണ്ടായെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്നുള്ളത് അദ്ദേഹം സിവിക് പോലീസ് വളണ്ടിയറാണ്. അതായത് പോലീസ് അല്ലെങ്കിൽ പോലും പോലീസിന്റേതായ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇയാൾക്ക് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് തന്നെയാണ് ഈ ആശുപത്രിയുടെ സമീപമുള്ള പോസ്റ്റിൽ തന്നെ ഇയാൾ തുടർച്ചയായി ഇവിടെ തന്നെ സേവനം അനുഷ്ഠിച്ചിരുന്നത്. തുടർന്ന് ഇയാൾക്ക് ആശുപത്രിക്കകത്ത് ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ആശുപത്രിയിലെ ഒരു ജീവനക്കാരനോ ഉള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം ഏത് സമയത്തും ആശുപത്രിയിൽ കയറിയിറങ്ങാൻ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതടക്കം പാർട്ടി സംവിധാനങ്ങൾ വഴിയാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെയും തൃണമൂൽ കോൺഗ്രസിനെയും ഇത് പ്രതിരോധത്തിലാക്കുന്നതും രാഷ്ട്രീയമായി ഉത്തരം മുട്ടിക്കുന്നതും. ഈ ഘട്ടത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ നടത്തിയ നീക്കങ്ങൾ അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു. പ്രത്യേകിച്ച് വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും പലരിൽ നിന്നും ഉണ്ടായ വിവാദ പരാമർശങ്ങൾ, പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെയുണ്ടായ വിവാദപരമായ പരാമർശം, ഇതെല്ലാം കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് മമത തന്നെ നേരിട്ട് തെരുവിലേക്ക് പ്രതിഷേധവുമായി ധർണയുമായി ഇറങ്ങുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നത്. നീതി ആവശ്യപ്പെട്ടുകൊണ്ട്, ഇരയ്ക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പോലീസിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങുന്ന അപൂർവമായ ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടായത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണ പുരോഗതി 5 ദിവസം കൊണ്ട് ഉണ്ടായില്ല എന്ന് കൊൽക്കത്ത ഹൈക്കോടതി നേരത്തെ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ നിരീക്ഷണം നടത്തിയിരുന്നു. തുടർന്നാണ് ഈ കേസ് CBIക്ക് ഏൽപ്പിക്കുന്നത്. CBIയെ ഏൽപ്പിച്ചതിന് പിന്നാലെ 3-ാം ദിവസമാണ് ഈ ഞായറാഴ്ചയ്ക്കകം കേസ് അന്വേഷണം പൂർത്തിയാക്കി പ്രതികൾക്ക് മുഴുവൻ ശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി തന്നെ തെരുവിൽ പാർട്ടി നേതാക്കളായ സ്ത്രീകളെയും കൂട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇത് എത്ര പ്രതിരോധിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഭാഗത്തുനിന്ന് സജീവമായി ഉണ്ടാകുന്നുണ്ട്. ഇതുവരെയും മൗനം അവലംബിച്ചിരുന്ന പാർട്ടിയുടെ വനിതാ നേതാക്കൾ, പ്രത്യേകിച്ച് വനിതകൾക്ക് ഏറ്റവും കൂടുതൽ ശതമാനം സീറ്റ് നൽകിയ പാർട്ടി കൂടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ വനിതാ നേതാക്കളെ രംഗത്തിറക്കിയിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ. എങ്കിൽ പോലും ഇപ്പോഴും പ്രതിരോധത്തിൽ തന്നെയാണ്. ഈ കേസിലെ പ്രതികളെ മുഴുവൻ CBI ഇനി അറസ്റ്റ് ചെയ്ത് അത് ജനങ്ങൾക്ക്, പ്രതിഷേധക്കാർക്ക്, ഒപ്പം തന്നെ ഈ ഇരയുടെ കുടുംബത്തിന് അവർക്ക് വിശ്വാസ്യ യോഗ്യമാകുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പോലീസിന്റെ സഹകരണം അക്കാര്യത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം കഴിഞ്ഞ ദിവസം അടിച്ചു തകർത്ത സംഭവം, അതും ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണെന്ന ആരോപണം നിലനിൽക്കുമ്പോഴും ഈ മൃതദേഹം കണ്ടെത്തിയ 4-ാം നിലയിലേക്ക് അക്രമികൾ എത്തിയിട്ടില്ല എന്നും താഴെ നിലയിലുള്ള മാത്രമാണ് അക്രമം ഉണ്ടായത്, 1-ാം നിലയിലേക്ക് എത്തിയെങ്കിലും അവിടെയൊന്നും അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ല എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അതെന്തായാലും മുഖവിലക്കെടുത്താൽ പോലും ആ അക്രമം നടത്തിയ പ്രതികളെ മുഴുവനായും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കണം. അതിനിടെയും ഈ പ്രതിഷേധത്തിനായി നിലവിൽ കഴിഞ്ഞ 6 ദിവസമായി ഇവിടെ പ്രതിഷേധിക്കുകയായിരുന്ന ആളുകളെ പലരെയും ഈ അക്രമത്തിൽ പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും പോലീസിനെതിരെ വീണ്ടും രോഷം തിരിച്ചുവിടുന്ന ഒരു ശരിയാണ് ബൽറാം. എന്തായാലും അത് കൃത്യമാണ്. പോലീസിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ആ വിമർശനം ശരിവെക്കുന്ന തരത്തിലാണ് കൊൽക്കത്തയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും കോടതിയുടെ ചോദ്യങ്ങളുമൊക്കെ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഡൽഹിയിലേക്ക് പോകുന്നു. അച്യുതൻ വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, നിർഭയ സംഭവത്തിൽ എങ്ങനെയാണോ ഡൽഹിയിലെ തെരുവീതികളിൽ പ്രതിഷേധക്കാർ അലയടിച്ചെത്തിയത്, അതിന് സമാനമായ കാഴ്ച നമ്മൾ ഇന്ന് വൈകിട്ട് കണ്ടു. എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ച് പ്രതിഷേധക്കാർ കടക്കാൻ വിലക്കുള്ള പാടില്ലാത്ത മേഖലകളിലേക്ക് അവരെത്തി. വലിയ പ്രതിഷേധം, പോലീസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അവിടെ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇത് തുടരുമോ? നാളെയും നമ്മൾ ഇതുപോലെ വലിയ പ്രതിഷേധ വേലിയേറ്റം ഡൽഹിയിൽ കാണേണ്ടി വരുമോ? വിജയകുമാർ, കൊൽക്കത്തയിൽ ഡോക്ടർ നേരിട്ട ക്രൂരകൃത്യം, അതിൽ രാജ്യമെങ്ങും ആ പ്രതിഷേധം അലയടിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ നിർമ്മാൺ ഭവനിൽ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന ഈ നിർമ്മാൺ ഭവനിൽ ഈ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ആരംഭിച്ചതാണ്. അതിപ്പോഴും ഇവിടെ തുടരുകയാണ്. അതായത് ഡോക്ടേഴ്സും നേഴ്സുമാരും ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഈ നിർമ്മാൺ ഭവന് മുന്നിൽ ഇപ്പോഴും തുടരുന്നത്. ശക്തമായ മഴ പെയ്തിരുന്നു. അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട്
അവരവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുകൊണ്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത്. അതായത് ഈ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഫോർ ഡോക്ടേഴ്സ് അത് നടപ്പിലാക്കുക, ഈ ഡോക്ടർമാർക്ക് സുരക്ഷ ഒരുക്കുക, CCTVകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവരുടെ ഒരു സംഘം ഇതിനകത്ത് ഈ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ കാണുവാനായി പോയിരുന്നു. അതിൽ ആ സംഘം ഇപ്പോൾ മടങ്ങി എത്തിയിരിക്കുകയാണ്. അതായത് അതിലറിയാം തീരുമാനം എന്താണെന്നുള്ളത്. കേന്ദ്രം ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല സമീപനം അത് ഈ ഡോക്ടർമാരുടെ ഈ ആവശ്യങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമരങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന് ഇന്നൊരു സമാപ്തി ഉണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഡൽഹിയിലെ തെരുവുകളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു ഈ സമരം ചെയ്തിരുന്ന ഡോക്ടർമാരിലെ ഒരു സംഘം ഇന്ത്യ ഗേറ്റിന് മുൻപിലേക്ക് പോകുന്നത്. ഇതിനു മുൻപ് അത്തരത്തിൽ രാജ്യം ഒരു പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചത് അത് ഗുസ്തി താരങ്ങളുടെ സമരമായിരുന്നു. അന്നും ഇന്ത്യ ഗേറ്റിലേക്ക് പ്രതിഷേധവുമായി പോയിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഇന്ത്യ ഗേറ്റിൽ നിന്നും രാഷ്ട്രപതി ഭവനിലേക്ക് ആ കർത്തവ്യ പത്തിലൂടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഇരയ്ക്ക് നീതി ലഭിക്കണം, വേറെ ഒന്നും അല്ല ആവശ്യം, ഇരയ്ക്ക് നീതി ലഭിക്കണം, ഇവർക്ക് അവകാശപ്പെട്ട സുരക്ഷ ആ നിയമങ്ങൾ അതെല്ലാം പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം. പോലീസിന് പോലും ഒരു ഘട്ടത്തിൽ പിൻവാങ്ങേണ്ടി വന്നു. കാരണം ന്യായമായ ആവശ്യങ്ങൾ മുൻനിർത്തി വളരെ സംയമനത്തോടു കൂടിയുള്ള ഒരു സമരം, ഒരു പ്രതിഷേധമായിരുന്നു ഡൽഹിയിൽ ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ നിർമ്മാൺ ഭവന് മുന്നിൽ ആ പ്രതിഷേധം തുടരുകയാണ്. ആ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഇവിടെ ഡോക്ടർമാർ നിലയുറപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ സംഘം ഇവിടേക്ക് അകത്തേക്ക് പോയ സംഘം ഇപ്പോൾ പുറത്തെത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം അറിയാൻ കഴിയും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമോ അതോ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ഒക്കെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയും ഒക്കെ കാണാൻ പോയ സംഘം തിരിച്ചെത്തിയിട്ടുണ്ട്. അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആ ഘട്ടത്തിൽ വീണ്ടും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. കൊൽക്കത്തയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനുമാണ് വിവരങ്ങൾ നൽകുന്നത്. നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് നിർഭയ ആ കേസിൽ സംഭവിച്ചതുപോലെ വലിയ പ്രതിഷേധം രാജ്യമാകെ അലയടിക്കുകയാണ്. കൊൽക്കത്തയിൽ തുടങ്ങി അപ്പോൾ ഡൽഹിയിലേക്ക് മുംബൈയിലേക്കൊക്കെ എത്തുന്നുണ്ട്. കേരളത്തിലും ഇന്ന് പ്രതിഷേധം നടന്നു.